ഈ വർഷത്തെ പൂരത്തിന് മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ പൂരത്തിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പോയി കണ്ടിരുന്നു. അതിനുശേഷം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോ ഉള്ള കാരണം കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നുള്ളത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതിനുശേഷം ഈ വർഷം പൂരത്തിന് എല്ലാ ഒരുക്കങ്ങളും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് 2-3 മീറ്റിംഗ് കഴിഞ്ഞു. അതിലെ പൂരം എത്രത്തോളം ഭംഗിയായി നടത്താം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മേളായാലും പഞ്ചവാദി ആയാലും ആന എഴുന്നള്ളിപ്പായാലും അതൊക്കെ വളരെ ആശങ്കയോടുകൂടി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നതൊക്കെ വളരെ മാറ്റങ്ങൾ വന്നു. അതിന് എല്ലാ തീരുമാനങ്ങളായി. പക്ഷെ വെടിക്കെട്ടിന്റെ കാര്യത്തില് കേന്ദ്ര മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബറിൽ പുറപ്പെടുവിച്ച പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഒരു ആശങ്ക വെടിക്കെട്ടിന്റെ കാര്യത്തിലുണ്ട്. പക്ഷെ അതും ഞങ്ങൾ ചർച്ച ചെയ്തു. അതില് ഞങ്ങൾക്ക് കോടതി കഴിഞ്ഞ ഞങ്ങളുടെ വേലയ്ക്ക് ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. ആ വെടിക്കെട്ടിന് ഈസയും കാര്യങ്ങൾ അവിടെ വന്നപ്പോ ഞങ്ങളുടെ അപേക്ഷ ജില്ലാ ഭരണകൂടം തള്ളുകയും ഞങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ വെളിച്ചത്തില് അതില് ഞങ്ങൾ പറഞ്ഞ ഒരു വാദം കേരള ഹൈക്കോടതി അംഗീകരിച്ച് ഞങ്ങൾക്ക് ആ വെടിക്കെട്ട് നടത്താനായിട്ട് സാധിച്ചു. അതില് മാഗസിനും ഫയർലൈനും തമ്മിൽ 200 മീറ്റർ ദൂരപരിധിയാണ് പുതിയ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച അതിലുള്ളത്. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് അറിയാൻ നിങ്ങൾക്ക് വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ നിയമം മാഗസിനും ഫയർലൈനും തമ്മിൽ 45 മീറ്റർ ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മാഗസിൻ എംപ്റ്റി ആയിട്ട് മാഗസിനില് ഫയർലൈനില് വെടിക്കോപ്പുകൾ നിരത്തി കഴിഞ്ഞാൽ മാഗസിൻ കാലിയാണെങ്കിൽ ഈ മാഗസിനും ഫയർലൈനും തമ്മിലുള്ള 200 മീറ്റർ ബാധകമല്ല എന്നുള്ള ഒരു ഓർഡറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ വേലയുടെ വെടിക്കെട്ട് നടത്തിയത്. പക്ഷെ പൂരത്തിന്റെ വെടിക്കെട്ട് വരുമ്പോ വീണ്ടും അതിനൊരു ആശങ്ക വന്നു. അതിന്റെ മീറ്റിങ്ങുകളില് പെസോന്റെ പ്രതിനിധികൾ വന്നു. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതില് ഒന്നും പറയാനായിട്ട് പ്രതികരിക്കാനായിട്ട് ഞങ്ങൾക്കില്ല. ഞങ്ങള് ഓൾറെഡി ഇതിന്റെ ഈ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ആ സമയത്ത് ഇത് ഗസറ്റ് വിജ്ഞാപനമായിട്ട് വരുന്നതിന് മുമ്പ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗം ഞങ്ങളത് എതിർത്തിരുന്നു. ഞങ്ങളൊക്കെ ഇത് ഞങ്ങളുടെ ദൂരപരിധിയും കാര്യങ്ങളും വെച്ച് ഞങ്ങൾ അതിനെ എതിർത്തിരുന്നു. അപ്പോ പെസോന്റെ പ്രതിനിധികൾ ആ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ സംസാരം ഉണ്ടായത്. അത് പ്രകാരം അവര് പറഞ്ഞു ഞങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ആകെ ഞങ്ങളുടെ ഭാഗമായിട്ടുള്ളൂ. അതിൽ ഒന്ന് ഈ ഞങ്ങൾക്ക് സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള വെടിക്കോപ്പുകൾ അത് മറ്റേ നാഗപ്പൂര് അവരുടെ ഹയർ അതോറിറ്റിയുടെ അപ്രൂവൽ എടുക്കണം. പിന്നെ ഒന്ന് മാഗസിൻ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള 2000 കിലോ സൂക്ഷിക്കുന്ന മാഗസിൻ അതിന്റെ ലൈസൻസ് അതിന്റെ പരിശോധന അത് പെസോണ ലൈസൻസ് തരുന്നത്. അത് 2 കാര്യം. പിന്നെ പുതിയ വിജ്ഞാപനത്തിലുള്ള ഒരു മറ്റേ ഡിസ്പ്ലേ ഫയർ വർക്കിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതില് ഫയർ ഓപ്പറേറ്റർ ഫയർ അസിസ്റ്റന്റ് എന്ന 2 തസ്തിക അത് പെസോന്റെ നിർദ്ദേശപ്രകാരം ഉള്ളതാണ്. ആ 2ഉം അതിന്റെ സർട്ടിഫിക്കറ്റ് അതിന്റെ വേണം. ഈ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ളൂ. ബാക്കി ജില്ലാ ഭരണകൂടമാണ് ഡിസ്പ്ലേ ലൈസൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ആ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇതില് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നിയമം നിൽക്കുമ്പോൾ ആ നിയമത്തിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അതിനെ കൂടിയിട്ട് ഞങ്ങള് തിരുവമ്പാടി പാറമേക്കാവ് സെക്രട്ടറിമാരെ ശ്രീ സുരേഷ് ഗോപി MP ഡൽഹിക്ക് വിളിക്കുകയും അവിടെ പോയി ഇതിനെ കുറിച്ച് പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കുകയും ഉണ്ടായി. പക്ഷെ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം ഇത്ര നാളുകളായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് വലിയ വിവാദമായിട്ടുള്ളതാണ്. അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും MP ശ്രദ്ധയിൽപ്പെടുത്തി MP അത് തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഈ വർഷം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി. പക്ഷെ ഈ ഒരു കാര്യത്തില് ഇതുവരെയായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതൊരു ആശങ്കയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ വേല വെടിക്കെട്ടിന് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള അത് അതിന്റെ നിയമമാണത്. അത് വേലയ്ക്കും പൂരത്തിനും അല്ലെങ്കിൽ ഉത്സവത്തിനോ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. മാഗസിൻ കാലിയായി മതി. ഫയർ ലൈനിൽ നമ്മൾ വെടിക്കോപ്പുകൾ നിർത്തി കഴിഞ്ഞാൽ മാഗസിൻ എംപ്റ്റി ആണെങ്കിൽ ഈ ഫയർ ലൈനും മാഗസിനും തമ്മിലുള്ള 200 മീറ്റർ ബാധകമല്ല എന്നുള്ളൊരു ഓർഡറാണ്.
അത് ആ ഒരു പ്രതീക്ഷ മാത്രമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് അത് ആയിട്ട് സംസാരിച്ച് വീണ്ടും അതിനൊരു നിയമോപദേശം എടുത്ത് അത് കാര്യങ്ങൾ ചെയ്യാം എന്ന് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു നിബന്ധനകളൊക്കെ മുന്നോട്ട് വരുന്നത് ഈ പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന കാസർഗോഡ് നീലേശ്വരത്തെ ദുരന്തവുമൊക്കെ ഇതിനാക്കം കൂട്ടുന്ന അപകടങ്ങളാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്രയും സുരക്ഷയോടെ മാത്രം പൂരം നടത്തണമെന്നുള്ള നിബന്ധനകളൊക്കെ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പോലും ഈ പറയുന്ന 35 നിബന്ധനകൾ ഇത് പാലിച്ച് ഒരു തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഒരു പൂരം നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി കോടതിയിലേക്കൊക്കെ പോകുന്ന കാര്യത്തിലൊരു തീരുമാനം അതെങ്ങനെയാണ്? അല്ല, അതൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആ കാര്യം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിനെ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു പുതിയ അന്നത്തെ 5 അംഗ ഒരു കമ്മിറ്റീനെ നിയോഗിക്കുകയും ആ 5 അംഗ കമ്മീഷൻ ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായത്. ഈ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായപ്പോൾ ഞാനും അതിന്റെ ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന്റെ ആ കാര്യങ്ങൾക്കൊക്കെ ഞാനും ഇടപെട്ടിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ എല്ലാ നിയമങ്ങളും പാലിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും പോലീസിന്റെ ആയാലും മറ്റു റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഫയർ, എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ നിബന്ധനകളും പാലിച്ച് നടക്കുന്ന ഒരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. അതറിയാലോ, ഒരു ദേശീയോത്സവമാണ്. അത് ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ തൊട്ട് 3 മാസം മുമ്പ് തന്നെ മീറ്റിങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞ് ഈ വെടിക്കോപ്പുകൾ നമ്മൾ അതിന്റെ ചെക്കിങ് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ വെടിക്കോപ്പുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് മാഗസിനിൽ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് അതിന്റെ എക്സ്പെർട്ടുകൾ വന്ന് അവര് അതിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുകയും ആ സാമ്പിളിൽ നിരോധിത കെമിക്കൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് കാക്കനാടുള്ള ലാബിൽ കൊണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തി എന്നിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ലൈസൻസ് പോലും തരുന്നത്. അത്ര കർശനമായ പരിശോധനയും കർശനമായ നിയന്ത്രണങ്ങളും എല്ലാ നിയമങ്ങളും പാലിച്ച് നടത്തുന്നതാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അവിടെ ഒരു നിയമങ്ങളോ ഒരു നിയന്ത്രണങ്ങളോ ഉണ്ടായിരുന്നില്ല, നമുക്കറിയാം. അതിന്റെ വെളിച്ചത്തിലാണ് അവര് മാഗസിൻ അതില് ഞാനും ഒരു പാർട്ടായിരുന്നു. മാഗസിനും ഫയർലൈനും തമ്മിൽ 200 മീറ്റർ വേണമെന്ന് പറയുന്നത്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്താ വെച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഡിസ്പ്ലേ ഫയർ വർക്കുകൾ നടക്കുന്നത്. അപ്പോ അതില് തൃശ്ശൂർ പൂരത്തിന് ഇന്നേ വരെ ഇതേമാതിരി ഒരു അപകടം ഉണ്ടായിട്ടില്ല. അത് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ച് വളരെ ജാഗരൂകപരമായിട്ട് നടത്തുന്ന ഒരു വെടിക്കെട്ടായതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ നിയന്ത്രണങ്ങളോ ഇങ്ങനെ പരിശോധനകളോ ഇല്ലാത്തതുകൊണ്ടാണ് വളരെ അലസതയോടുകൂടി നടത്തിയിട്ടാണ് ഇങ്ങനെ അപകടങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് അന്നത്തെ റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങളത് ആരോപിച്ചിരുന്നു. അത് ശിവകാശി ലോബിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം ഞങ്ങൾ വന്നിട്ടാണ്. അത് തീർച്ചയായിട്ടും ശരിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു സീസണില് ഒരു 200-250 കോടിയുടെ വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ട്. അപ്പോ അത് കേരള ട്രഡീഷണൽ കലാകാരന്മാരാണ് അത് ഉണ്ടാക്കുന്നത്. അവിടെ പാരമ്പര്യമായി ഉണ്ടാക്കുന്ന അവര് പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ള വെടിക്കോപ്പുകളാണ് നമ്മുടെ മറ്റുള്ള പൂരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ശിവകാശി വലിയൊരു ബിസിനസ് അറിയാലോ, ഈ പടക്കത്തിന്റെ കാര്യത്തിൽ വലിയൊരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ലോബിയുടെ ഒരു പ്രേരണയോട് കൂടിയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ആരോപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോ കോടതിയിൽ പോകേണ്ട കാര്യം ഞങ്ങൾക്കിപ്പോ ഉദിക്കുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം അന്നത്തെ മീറ്റിങ്ങിനുണ്ടായിരുന്ന രാജൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ബിന്ദു മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ദേവസ്വം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി അത് പരിശോധിച്ചിട്ട് അന്നത്തെ ഞങ്ങൾക്ക് വേലയ്ക്ക് കിട്ടിയിട്ടുള്ള ഹൈക്കോടതി ഓർഡർ അത് വെച്ച് AGയുടെ നിയമോപദേശം തേടി നമുക്ക് വേറെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഇല്ലെങ്കിൽ ആ ഒരു വഴിക്ക് നീങ്ങാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല. പക്ഷെ ആശങ്കയുണ്ട്, ഇങ്ങനെ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് AGയുടെ റിപ്പോർട്ട് വരിക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതൊരു തൃശ്ശൂർ പൂരം ഒരു ദേശീയോത്സവമാണ്. അത് വേൾഡ് ഫേമസ് യുനെസ്കോ പോലും അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച തൃശ്ശൂർ പൂരത്തിന്റെ ആകർഷമായ ഒന്നാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് നടക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ആചാരങ്ങൾക്കോ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആചാരത്തിനും ഒരു മുടക്കം വരാതെ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ട്. അത് നിയമസഭയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്.
ശശിധരൻ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു എത്രത്തോളം സുരക്ഷയിലാണ് ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയൊരു മാസമാണ് ശേഷിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോഴെങ്കിലും ഇതിന് അനുകൂലമായ ഒരു വിധി വന്നാൽ മാത്രമേ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ക്രമീകരിക്കാനാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാനായി ഉദ്ദേശിക്കുന്നത്? കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു ഉത്തരം അത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കേണ്ടതില്ലേ? തീർച്ചയായും അത് ബഹുമാനപ്പെട്ട MP-യും മന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇടപെടണം. അദ്ദേഹം ഇടപെട്ടിട്ട് ഇതിന്റെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പാണ് പെട്രോളിയം, അറിയാലോ, അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് ഈ ആശങ്ക പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹൈക്കോടതി വിധിയുടെ അത് വെച്ചിട്ട് AGയുടെ നിയമനിർദ്ദേശം തേടി അതിനൊരു എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു മറുപടി തരണം. അറിയാം, ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ടിന്റെ കാര്യങ്ങളും പൂജകളും കഴിഞ്ഞതിന് ശേഷം വെടിക്കോപ്പുകൾ ഉണ്ടാക്കണം. അത് ആ കാര്യങ്ങളിലേക്ക് കടന്ന് ഈ ആശങ്ക ഉണ്ടാകുമ്പോൾ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വെച്ച പൂരത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടും നല്ല ആളുകളും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലും വെടിക്കെട്ട് ആസ്വദിക്കാനും തൃശ്ശൂർ പൂരം കാണാനും വളരെ ഇതായിട്ടുള്ള പൂര ആസ്വാദകരും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ ആശങ്ക മാറ്റേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം തന്നെയാണ്. അവരെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ ആശങ്ക മാറ്റി തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷയിലിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.